നമസ്കാരം. സ്വന്തം ബുദ്ധിമോശം കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടാൽ അത് പുറത്തു പറയാൻ എല്ലാവർക്കും ഒരു മടിയാണ്, അല്ലേ? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും എന്ന ചിന്ത. അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങളൊന്നും നമ്മൾ അറിയാത്തതും ഈ കൊള്ളക്കാരെല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നതും. നമ്മൾ ഇതെല്ലാം മറച്ചു വെക്കുന്നത് കൊണ്ടല്ലേ ഈ കളവ് ചെയ്യുന്നവർക്ക് കൂടുതൽ കളവ് നടത്താനുള്ള പ്രചോദനം ലഭിക്കുന്നത്. സത്യത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളെടുത്ത് വഞ്ചിക്കപ്പെട്ടവരുടെ വലിയൊരു ലിസ്റ്റ് തന്നെ എന്റെ കയ്യിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വഞ്ചിക്കപ്പെട്ടവരിൽ 90% കൂടുതൽ കസ്റ്റമേഴ്സും സർവീസ് ലഭിക്കാതെയും സ്പെയർ പാർട്സ് ലഭിക്കാതെയും സ്വന്തം വണ്ടി ഉപേക്ഷിക്കേണ്ടി വന്നവരാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരുപാട് ഷോറൂമുകളും ചില കമ്പനികളും പൂട്ടിപ്പോയിട്ടുണ്ട്. വളരെ ചുരുക്കം ചില കസ്റ്റമേഴ്സ് മാത്രമാണ് കൺസ്യൂമർ കോർട്ടിൽ ഇതിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ അനുകൂലമായി വിധി വന്നവരും വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരും വേണ്ടത്ര തെളിവുകൾ കൈവശമില്ലാത്തതിനാൽ പരാജയപ്പെട്ടവരുമുണ്ട്. ബെൻലിംഗ് ഓറ, ഹീറോ ഇലക്ട്രിക്, കൊമാക്കി, ജെമോപായ്, പ്യൂർ ഇവി, എവേറ റെട്രോസ, എൽഥർ ബ്രാവോ, പ്രാണ, ഈ പേരുകളൊക്കെ നിങ്ങൾ ഒരു പക്ഷെ കേട്ട് കാണും. ഇനിയുമുണ്ട് ഒരുപാട് പേര് കേട്ടോ, പക്ഷെ എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നില്ല. ആയിരക്കണക്കിന് വണ്ടികളാണ് മേൽപ്പറഞ്ഞ ഓരോ കമ്പനികളും കേരളത്തിൽ വിൽപ്പന നടത്തിയത്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഷോറൂമും പൂട്ടി സ്ഥലം വിട്ടു. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇവരെയെല്ലാം വിശ്വസിച്ച് വണ്ടി വാങ്ങിച്ച കസ്റ്റമേഴ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? സത്യം പറയുകയാണെങ്കിൽ ഇതിലെ ഭൂരിഭാഗം വണ്ടികളും ഓടാത്ത അവസ്ഥയിൽ ഓരോ കസ്റ്റമേഴ്സിന്റെയും വീടിന്റെ മൂലയ്ക്കാണുള്ളത്. അതേപോലെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയ ഓലയുടെ ഷോറൂമുകൾ ഒരുപാട് എണ്ണം കേരളത്തിൽ പൂട്ടി തുടങ്ങിയിട്ടുമുണ്ട്. ഒരുപക്ഷെ ഒരു മുന്നറിയിപ്പോട് കൂടി തന്നെ ഭാവിയിൽ ഓല ഇലക്ട്രിക് എന്ന കമ്പനി പൂട്ടിപ്പോവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. കൂണ് പോലെ മുളച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ നിലവിൽ ഇന്ത്യയിലുണ്ട്. 2-3 വർഷം വിൽപ്പന നടത്തിയതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമാവുന്നതാണ് ഭൂരിഭാഗം കമ്പനികളുടെയും രീതി. ഒരിക്കൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഷോറൂമുകളെല്ലാം പൂട്ടിപ്പോയ ചില കമ്പനികൾ ഇപ്പോൾ വീണ്ടും തല പൊക്കി തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ മനസ്സ് അറിഞ്ഞു തന്നെയാണ് ഇവർ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഒരു 10,000 വണ്ടികൾ വിൽപ്പന നടത്തിയതിന് ശേഷം കമ്പനി പൂട്ടിപ്പോയാലും ഇവരിൽ നിന്നും വണ്ടിയെടുത്ത ഒരു 100 കസ്റ്റമേഴ്സ് പോലും അവർ വഞ്ചിക്കപ്പെട്ട കാര്യം പുറത്തു പറയില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിൽ ഒരു 10 പേരോളം മാത്രമേ കോടതിയെ സമീപിക്കുകയുള്ളൂ എന്നും അവർക്കറിയാം. ഈ 10 പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാലും കമ്പനിക്ക് കോടികൾ ലാഭം തന്നെയായിരിക്കും. ഈ ഒരു പ്ലാനോട് കൂടി തന്നെയാണ് ബഹുഭൂരിപക്ഷം സ്റ്റാർട്ടപ്പ് കമ്പനികളും കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നത്. വളരെ ചുരുക്കം ചില സ്റ്റാർട്ടപ്പ് കമ്പനികൾ മാത്രമാണ് ആത്മാർത്ഥമായി ഈ രംഗത്ത് വന്ന് കസ്റ്റമേഴ്സിന് ക്വാളിറ്റി പ്രൊഡക്റ്റുകളും സർവീസും നൽകുന്നത്. ബജാജ്, TVS, ഹീറോ മോട്ടോകോർപ്പ്, ഹോണ്ട, യമഹ എന്നീ പണ്ട് മുതലേ, അതായത് നമുക്കെല്ലാം ഓർമ്മ വെച്ച കാലം മുതലേ അറിയാവുന്ന പലരുടെയും വിശ്വസ്തരായ ബ്രാൻഡുകളുടെ കീഴിൽ വരുന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളെ മാറ്റി നിർത്തിയാൽ ഇന്ന് നിലവിൽ നമുക്ക് 100% വിശ്വസിക്കാവുന്ന 2 ബ്രാൻഡുകൾ മാത്രമാണുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഏഥറും അൾട്രാ വയലറ്റും. ഇവരുടെ ആ ഒരു ലെവലിലേക്ക് ഭാവിയിൽ എത്താൻ സാധ്യതയുള്ള കമ്പനികളാണ് റിവർ ഇന്ത്യയും സിംപിളും. ഓപ്പൺ റോർ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. വളരെ കുറച്ച് സെയിൽസ് മാത്രമാണ് അവർ കേരളത്തിൽ നടത്തുന്നതെങ്കിലും ഈ ഒരു ഇലക്ട്രിക് ബൈക്കിനെ കുറിച്ച് ആരും അത്ര മോശം അഭിപ്രായം പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അതേപോലെ തന്നെ സത്യം പറയുകയാണെങ്കിൽ ഗ്രീവ്സിലും, ബിഗോസിലും, റിവോൾട്ടിലും എനിക്ക് വ്യക്തിപരമായി യാതൊരു പ്രതീക്ഷയുമില്ല. ഇവരുടെ ഷോറൂമുകളും പല സ്ഥലങ്ങളിലായിട്ട് പൂട്ടിപ്പോയെന്ന് കേൾക്കുന്നുണ്ട്. ഉള്ളിടത്താണെങ്കിൽ കൃത്യമായ സർവീസും ലഭിക്കുന്നില്ലെന്നാണ് ഈ വണ്ടി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് പറയുന്നത്. ഈ കമ്പനികളൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവും എന്ന കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സെയിൽസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എല്ലാവർക്കും ശമ്പളം കൊടുക്കണ്ടേ? ഓക്കെ, എന്തായാലും കൂടുതൽ വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയാം. ഏഥർ, TVS iQube, ബജാജ് ചെതക്, അൾട്രാ വയലറ്റ്, ഹീറോ മോട്ടോകോർപ്പ് വിഡയുടെ പുതിയ മോഡൽ വണ്ടികൾ, റിവർ ഇന്ത്യ, സിമ്പിൾ വൺ. ഞാൻ ഈ പറഞ്ഞ 7 ബ്രാൻഡുകൾ കൂടാതെ മറ്റ് ബ്രാൻഡ് വണ്ടികൾ എടുക്കുന്നവരാണെങ്കിൽ പലവട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുണ്ട്.